Hi dear friends, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ PCCET 402 സോയിൽ മെക്കാനിക്സിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഒരു ഇൻട്രൊഡക്ഷൻ ടു ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. സോയിൽ ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മേജർ സോയിൽ ഡെപ്പോസിറ്റ്സ് ഇൻ ഇന്ത്യ ആണ്. അപ്പോൾ ഒരു വളരെ ബ്രീഫായിട്ടുള്ള ഒരു തിയറി ക്ലാസ്സാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേജർ സോയിൽ ഡെപ്പോസിറ്റ്സ് ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതും ഒരു ഷോർട്ട് തിയറി ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഓവറോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയും ഈ വീഡിയോയും കൂടെ ആകുമ്പോൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ അല്ലെങ്കിൽ സോയിൽ മെക്കാനിക്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ലെക്ചറായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ചെയ്തത്, ഈ വീഡിയോയിലും ചെയ്തത്. പക്ഷേ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, ഒരു എ പാർട്ട് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ബി പാർട്ടിലൊരു സബ് ക്വസ്റ്റ്യനോ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മേജർ സോയിൽ ഡെപ്പോസിറ്റ്സ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇത് ആക്ച്വലി വളരെ എളുപ്പമുള്ള ലെക്ചറാണ്. ഭയങ്കര എക്സ്പ്ലനേഷനൊന്നും ആവശ്യമില്ല. ഒരു ഇന്ത്യയിൽ കാണുന്ന മേജറായിട്ടുള്ള സോയിൽ ഡെപ്പോസിറ്റ്സും അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സുമാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനും ഒന്നെങ്കിൽ എ പാർട്ടിൽ, ക്വസ്റ്റ്യൻ പേപ്പറിൽ എ പാർട്ടിൽ 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനും, അതല്ലെങ്കിൽ ബി പാർട്ടിൽ സബ് ക്വസ്റ്റ്യൻ ആയിട്ടൊരു 4 മാർക്ക്, മാക്സിമം 5 മാർക്ക്, അത്രയും രീതിയിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളൂ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, അലൂവിയൽ സോയിൽ. മേജർ സോയിൽ ഡെപ്പോസിറ്റ്സ് ഇൻ ഇന്ത്യയിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് അലൂവിയൽ സോയിലാണ്. അപ്പോൾ അലൂവിയൽ സോയിലിൻ്റെ ഫീച്ചേഴ്സും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ ലാർജ് പാർട്ട് ഓഫ് നോർത്ത് ഇന്ത്യ, ഇത് കൂടുതലായിട്ട് അലൂവിയൽ സോയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. എസ്പെഷ്യലി നമ്മളിതിനെ കാണുന്നത് ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ ആൻഡ് ബ്രഹ്മപുത്ര ഫ്ലഡ് പ്ലെയിൻസിലാണ്. അപ്പോൾ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിനിലും ബ്രഹ്മപുത്ര ഫ്ലഡ് പ്ലെയിൻസിലുമാണ് നമ്മൾ അലൂവിയൽ സോയിൽസ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾട്ടർനേറ്റീവ് ലെയർ ഓഫ് സാൻഡ്, സിൽട്ട് ആൻഡ് ക്ലേ. അപ്പോൾ അലൂവിയൽ സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെയർ സാൻഡ് ആയിരിക്കും, അടുത്ത ലെയർ സിൽട്ട് ആയിരിക്കും, അത് ലെയറിൽ ക്ലേ ആയിരിക്കും. അങ്ങനത്തെ ഓൾട്ടർനേറ്റീവ് ലെയേഴ്സാണ് നമ്മൾ അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. ലൂസ് സോയിൽ, ലൂസ് സോയിൽ എന്ന് പറഞ്ഞാൽ ലോ ഡെൻസിറ്റിയാണ്. അപ്പോൾ അലൂവിയൽ സോയിൽ കൂടുതലായിട്ടും ലൂസ് സോയിൽസ് ആണ് ആൻഡ് പ്രോൺ ടു ലിക്വിഫാക്ഷൻ അണ്ടർ എർത്ത് ക്വേക്ക് ലോഡ്സ്. അപ്പോൾ അലൂവിയൽ സോയിൽസിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾ പറഞ്ഞത്. വളരെ സിമ്പിളാണ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. ഇനി ഇത് കൂടുതലും നമ്മൾ കണ്ടുവരുന്നത് ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിനിലും ബ്രഹ്മപുത്ര പ്ലെയിനിലുമാണ്. അലൂവിയൽ സോയിൽ അല്ലെങ്കിൽ അലൂവിയൽ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവ് ലെയർ ഓഫ് സാൻഡ്, സിൽട്ട്, ക്ലേ, അതിനാണ് നമ്മൾ അലൂവിയൽ സോയിലായിട്ട് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ലൂസ് സോയിലായിരിക്കും. ലൂസ് സോയിൽ എന്ന് വെച്ചാൽ അതിൻ്റെ ഡെൻസിറ്റി വളരെ കുറവായിരിക്കും ആൻഡ് ഇറ്റ് ഈസ് പ്രോൺ ടു ലിക്വിഫാക്ഷൻ അണ്ടർ എർത്ത് ക്വേക്ക് ലോഡ്. എർത്ത് ക്വേക്ക് ലോഡ് എന്തെങ്കിലും എർത്ത് ക്വേക്ക് ഉണ്ടാകുന്ന സമയത്ത് ലിക്വിഫാക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, എന്താണ് ഈ ലിക്വിഫാക്ഷൻ എന്ന് പറഞ്ഞാൽ? നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്ന ലെക്ചേഴ്സിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ അവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത്രയാണ് നമുക്ക് അലൂവിയൽ സോയിലിൽ പറയാനുള്ളത്. അടുത്തത് സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കോട്ടൺ സോയിലാണ്. ബ്ലാക്ക് കോട്ടൺ സോയിൽ, ഇറ്റ് ഈസ് എ എക്സ്പാൻസീവ് സോയിൽ ഡെപ്പോസിറ്റ് ഫോംഡ് ഇൻ ദ സെൻട്രൽ പാർട്ട് ഓഫ് ദ കൺട്രി ആൻഡ് സൗത്ത് ഇന്ത്യ. അപ്പോൾ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് എക്സ്പാൻസീവ് സോയിലാണ്. എക്സ്പാൻസീവ് സോയിലാണ്. അത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് സെൻട്രൽ പാർട്ട് ഓഫ് ഇന്ത്യയും സൗത്ത് ഇന്ത്യയിലാണ് അത് കൂടുതലായിട്ട് കാണുന്നത്. സ്യൂട്ടബിൾ ഫോർ ഗ്രോയിങ് കോട്ടൺ. കോട്ടൺ കൾട്ടിവേഷന് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സോയിലാണ് ബ്ലാക്ക് കോട്ടൺ സോയിൽ. ഫോംഡ് ഫ്രം ബസാൾട്ട് ഓർ ട്രാപ്പ്. ബ്ലാക്ക് കോട്ടൺ സോയിൽ നമ്മൾ ഉണ്ടാകുന്നത്, അതിൻ്റെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ബസാൾട്ടിൽ നിന്നും അല്ലെങ്കിൽ ട്രാപ്പിൽ നിന്നൊക്കെയാണ് അത് ഉണ്ടാകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് റോക്കാണ് ബസാൾട്ടും ട്രാപ്പും. ഇറ്റ് ഷോസ് എക്സസീവ് ഷ്രിങ്കേജ് ആൻഡ് സ്വെല്ലിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് ആർ ഡിഫിക്കൾട്ട് ടു ഡീൽ ഇൻ ഫൗണ്ടേഷൻ ഡിസൈൻ. അപ്പോൾ ഈ ബ്ലാക്ക് കോട്ടൺ സോയിലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കൂടുതൽ ഷ്രിങ്കേജ്, സ്വെല്ലിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ടൈപ്പ് ഓഫ് സോയിലാണ്. അപ്പോൾ ഇതിൻ്റെ അത് ഷ്രിങ്കേജും സ്വെല്ലിംഗ് ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ബ്ലാക്ക് കോട്ടൺ സോയിലുള്ള ഏരിയയിൽ നമുക്കൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടുത്തെ ഫൗണ്ടേഷൻ ഡിസൈൻ നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യേണ്ടി വരും. കാരണം അതിൻ്റെ അത് ഷ്രിങ്കേജും സ്വെല്ലിംഗ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മളവിടെ കൺസ്ട്രക്ട് ചെയ്യുന്ന ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ ഡിസൈൻ വളരെ ഡിഫിക്കൽട്ടായിരിക്കും. ഇത്രയാണ് നമുക്ക് ബ്ലാക്ക് കോട്ടൺ സോയിലിൽ പറയാനുള്ളത്. അടുത്തത് ലാറ്ററൈറ്റ് സോയിൽ.
ലാറ്ററൈറ്റ് സോയിൽ. നമ്മൾ കേരളത്തിലൊക്കെ ഒരുപാട് കാണുന്ന ടൈപ്പ് ഓഫ് സോയിലാണ് ഈ ലാറ്ററൈറ്റ് സോയിൽ. നമുക്കതിൻ്റെ പോയിൻറ്റ്സ് നോക്കാം. ഫൗണ്ട് മെയിൻലി ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ടൈപ്പ് സോയിലാണ് ലാറ്ററൈറ്റ് സോയിൽ. അത് കൂടുതലും കേരള, കർണാടക, മഹാരാഷ്ട്ര ഈ ഏരിയസിലൊക്കെയാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. It is formed by deposition of basalt, removal of bases and silica, and accumulation of iron oxide and aluminium oxide. അപ്പോൾ ലാറ്ററൈറ്റ് സോയിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്യൂ ടു ഡീകമ്പോസിഷൻ ഓഫ് ബസാൾട്ട്. ബസാൾട്ട് എന്ന് വെച്ചാൽ ഒരു ടൈപ്പ് ഓഫ് റോക്കാണ് അല്ലെങ്കിൽ സ്റ്റോണാണ്. ബസാൾട്ടിൻ്റെ ഡീകമ്പോസിഷൻ ആൻഡ് റിമൂവൽ ഓഫ്, അതിൽ നിന്ന് ബേസിസ് ആൻഡ് സിലിക്ക റിമൂവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ, അതേപോലെ അക്യുമുലേഷൻ ഓഫ് അയൺ ഓക്സൈഡ് ആൻഡ് അലൂമിനിയം ഓക്സൈഡ്, ഇത്രയും ഒരു കോമ്പിനേഷനിലാണ് നമുക്ക് ഈ ഒരു ലാറ്ററൈറ്റ് സോയിൽ ഫോം ചെയ്യുന്നത്. ഇനി അതിൻ്റെ കളർ എങ്ങനെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് യൂഷ്വലി പിങ്ക് ഓർ റെഡ് ഇൻ കളർ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അയൺ ഓക്സൈഡ്. അയൺ ഓക്സൈഡിൻ്റെ പ്രസൻസ് കൊണ്ട് അതിന് പിങ്ക് അല്ലെങ്കിൽ റെഡ് കളറായിരിക്കും. സോഫ്റ്റ് വെൻ വെറ്റ് ആൻഡ് ഹാർഡൻസ് വിത്ത് ടൈം. അത് നമ്മൾ വെറ്റായി കഴിയുമ്പോൾ വാട്ടറിൻ്റെ പ്രസൻസിൽ അത് ഭയങ്കര സോഫ്റ്റായിട്ട് കാണപ്പെടും. അതേപോലെ ടൈം പോകുന്നതനുസരിച്ച് ആ വെറ്റ് നേച്ചർ മാറി മാറി ടൈം പോകുന്നതനുസരിച്ച് അത് ഭയങ്കര ഹാർഡ് മെറ്റീരിയൽസ് ആയിട്ട് മാറും. ലാറ്ററൈറ്റ് റോക്സ് ആർ ഗുഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ. ഇപ്പോൾ ലാറ്ററൈറ്റ് റോക്സ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സ്റ്റോൺസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കൺസ്ട്രക്ഷൻ മെറ്റീരിയലാണ്. നല്ല പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷന് കൂടുതലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ലാറ്ററൈറ്റ് സോയിലിന് പറയാനുള്ളത്. വളരെ സിമ്പിളാണ്. സൗത്ത് ഇന്ത്യയിൽ കാണപ്പെടുന്നതാണ്. യൂഷ്വലി കേരള, കർണാടക, മഹാരാഷ്ട്രയിലാണ് കാണുന്നത്. അത് ഫോം ചെയ്യുന്നത് ബൈ ദ ഡീകമ്പോസിഷൻ ഓഫ് ബസാൾട്ട് ആൻഡ് റിമൂവൽ ഓഫ് ബേസസ് ആൻഡ് സിലിക്ക ഫ്രം ഇറ്റ്. ഓൾസോ ഡ്യൂ ടു ദ അക്യുമുലേഷൻ ഓഫ് അയൺ ഓക്സൈഡ് ആൻഡ് അലൂമിനിയം ഓക്സൈഡ്. അയൺ ഓക്സൈഡിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ അത് റെഡ് അല്ലെങ്കിൽ പിങ്ക് കളറിലാണ് അവൈലബിൾ. അത് വെറ്റാവുമ്പോൾ അത് സോഫ്റ്റ് ആയിരിക്കും. ഇനി ടൈം പാസ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഹാർഡായിട്ട് മാറും. അതൊരു നല്ല ബിൽഡിംഗ് കമ്പോണൻ്റാണ്. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മെറ്റീരിയലായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് സോയിലാണ് ലാറ്ററൈറ്റ് സോയിൽ. അടുത്ത ഫോർത്ത് വൺ, ഡെസേർട്ട് സോയിൽ. പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും, ഡെസേർട്ട് സോയിലാണ്. ഡെസേർട്ട്സ് ഉള്ള ഏരിയയിൽ, അതായത് രാജസ്ഥാനിലൊക്കെ ആയിരിക്കും ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഒക്കർ ഇൻ രാജസ്ഥാൻ വിച്ച് ഈസ് കവേർഡ് ബൈ സാൻഡ് ഡ്യൂൺസ്, അരിഡ് കണ്ടീഷൻ വിത്ത് ലിറ്റിൽ റെയിൻഫോൾ. അപ്പോൾ ഇത് കൂടുതലായിട്ടും ഉണ്ടാകുന്നത് രാജസ്ഥാൻ ഏരിയസിലാണ്. കവേർഡ് ബൈ സാൻഡ് ഡ്യൂൺസ്, അരിഡ് കണ്ടീഷൻ വിത്ത് ലിറ്റിൽ റെയിൻഫോൾ, യൂണിഫോം ഗ്രഡേഷൻ. അപ്പോൾ ഈ ഒരു ഡെസേർട്ട് സോയിലിന് യൂണിഫോം ഗ്രഡേഷനാണ്. യൂണിഫോം ഗ്രഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സോയിലിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾ സൈസ് വളരെ ഫൈൻ ആയിരിക്കും. വളരെ തിന്നായിട്ടുള്ള ഫൈൻ സാൻഡ്സിൻ്റെ എന്താ പറയുക, ഒരേപോലത്തെ സൈസുള്ള ഫൈൻ സാൻഡ് എന്ന് വെച്ചാൽ നമുക്ക് ഡെസേർട്ടിലെ സോയിൽസൊക്കെ നമുക്കറിയാമല്ലോ, വളരെ തരിതരി പോലത്തെ മണ്ണായിരിക്കും. അതെല്ലാം ഒരേ സൈസിലുള്ളതായിരിക്കും, യൂണിഫോം ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളതിന് യൂണിഫോം ഗ്രഡേഷൻ എന്ന് പറയുന്നത്. അടുത്തത് മറൈൻ സോയിൽ. ഒക്കേഴ്സ് ഇൻ എ നാരോ ബെൽറ്റ് എലോങ് ദ കോസ്റ്റ്, എസ്പെഷ്യലി ഇൻ റൺ ഓഫ് കച്ച്, സൗത്ത് വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇത് കൂടുതലായിട്ട് നമ്മൾ നാരോ ബെൽറ്റ് എലോങ് ദ കോസ്റ്റൽ ഏരിയ, യൂഷ്വലി നമ്മളിത് കാണുന്നത് റൺ ഓഫ് കച്ചയിലാണ്, വിച്ച് ഈസ് നോൺ ആസ് ദ സൗത്ത് വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സാൻഡ് എബോവ് സോഫ്റ്റ് മറൈൻ ക്ലേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് സാൻഡാണ്. അത് സോഫ്റ്റ് മറൈൻ ക്ലേൻ്റെ മുകളിലാണ് നമ്മൾ കാണപ്പെടുന്നത്. ലാർജ് എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് സോയിൽ, മറൈൻ സോയിലിൽ ഓർഗാനിക് മാറ്ററിൻ്റെ പ്രസൻസ് വളരെ കൂടുതലായിരിക്കും. പൊസസസ് ലോ ഷിയർ സ്ട്രെങ്ത് ആൻഡ് ഹൈ കംപ്രസിബിലിറ്റി ആൻഡ് ഹെൻസ് നോട്ട് ഗുഡ് ആസ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ. അപ്പോൾ അതിന് വളരെ ലോ ഷിയർ സ്ട്രെങ്ത്തും ഹൈ കംപ്രസിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമ്മളത് ബിൽഡിംഗ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതാണ് ഈ ഒരു മറൈൻ സോയിലിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഓക്കെ, ഇത് കാണപ്പെടുന്ന എവിടെയാണ്? റൺ ഓഫ് കച്ചയിലാണ്, അതായത് സൗത്ത് വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യയിലാണ്. അതേപോലെ അതിനകത്ത് ലാർജ് ഓർഗാനിക് മാറ്ററിൻ്റെ പ്രസൻസ് ഉണ്ടാവും. ഇനി അത് ബിൽഡിംഗ് മെറ്റീരിയലായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യാറില്ല. കാരണം എന്താണ്? അതിൻ്റെ ഷിയർ സ്ട്രെങ്ത്ത് വളരെ ലോ എമൗണ്ട് ഓഫ് ഷിയർ സ്ട്രെങ്ത്തും ഹൈ കംപ്രസിബിലിറ്റി ഉള്ളതുകൊണ്ട് നമ്മളതിനെ ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടി പ്രിഫർ ചെയ്യാറില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മേജർ സോയിൽ ഡെപ്പോസിറ്റ്സ് ഇൻ ഇന്ത്യ
ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരുകൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. അലൂവിയൽ സോയിലുണ്ട്, ബ്ലാക്ക് കോട്ടൺ സോയിലുണ്ട്, ലാറ്ററൈറ്റ് സോയിലുണ്ട്, ഡെസേർട്ട് സോയിലുണ്ട്, മറൈൻ സോയിലുണ്ട്. ഓക്കെ, ഇതൊരു 5 മാർക്കിന് എഴുതാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞ അത്രയും പോയിൻറ്റ്സ് മാത്രം പഠിച്ചാൽ മതി. ഫർദർ ഇത് വലിയ പാരഗ്രാഫായിട്ടൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ബേസിക് നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി അടുത്ത പഠിക്കാനുള്ളത് സോയിലിൻ്റെ പ്രോപ്പർട്ടീസൊക്കെയാണ് നമുക്ക് ഇനി അടുത്ത ലെക്ചേഴ്സിൽ പഠിക്കാനുള്ളത്. അതിൻ്റെ റിലേഷൻസ് ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ബേസിക്കായിട്ട് വേണ്ട കുറച്ച് നോളേജ്, ഇക്വേഷൻസ്, കൺവേർഷനാണ് അടുത്തൊരു ചെറിയൊരു പാർട്ടിൽ ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ SI യൂണിറ്റ് സിസ്റ്റമാണ് നമ്മൾ ഈ ഒരു GT1 പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാവുന്നതാണ്, നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്ന കുറച്ച് ബേസിക് ഡെഫിനീഷൻസാണ് പറയാൻ പോകുന്നത്. ഒന്ന് മാസിൻ്റെ യൂണിറ്റ് നമ്മൾ ഒന്നെങ്കിൽ ഗ്രാം അല്ലെങ്കിൽ കിലോഗ്രാമിലായിരിക്കും നൊട്ടേറ്റ് ചെയ്യുന്നത്. അടുത്തത് വെയിറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ അല്ലെങ്കിൽ കിലോ ന്യൂട്ടണിലായിരിക്കും നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി ഇത് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം വെയിറ്റ് ഇസ് ഈക്വൽ ടു W ഇസ് ഈക്വൽ ടു M ഇൻറ്റു A അല്ലേ. വെയിറ്റ് ഇസ് ഈക്വൽ ടു M ഇൻറ്റു A. അപ്പോൾ വെയിറ്റിന് നമുക്ക് എങ്ങനെ എഴുതാം? A എന്ന് വെച്ചാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്കറിയാം 9.81 M ആണ്. ഇതാണ് അതിൻ്റെ റിലേഷൻ വരുന്നത്. W ഇസ് ഈക്വൽ ടു MA എന്നാണ് അല്ലേ. A എന്ന് വെച്ചാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്, വിച്ച് ഇസ് ഈക്വൽ ടു 9.81 M. അപ്പോൾ ആ ഒരു റിലേഷനാണ് ഇത് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1 കിലോഗ്രാം ഇസ് ഈക്വൽ ടു എത്രയാണ്? 9.81 ന്യൂട്ടൺ.